നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക എന്നുള്ളത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടി ജീവിക്കാനാണ്. ഈശ്വരൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സന്തോഷവും സമാധാനവും സൗഭാഗ്യവും ഉള്ള ഒരു ജീവിതം നൽകണേ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം സമ്പത്താണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നല്ല കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. പല സമയങ്ങളിലും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവും, എന്നാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ പണം നാനാ വഴിയിലൂടെ പോകും. പല കാര്യങ്ങൾക്കായിട്ട് അങ്ങ് മാറ്റി കഴിയുമ്പോൾ പിന്നെ മിച്ചമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം ചെയ്യാനും പറ്റത്തില്ല. അതിനുവേണ്ടി പോലും ചിലപ്പോൾ തികയാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതായിരിക്കാം, പക്ഷേ ഇപ്പം ചിലപ്പോൾ അത് അങ്ങ് നടക്കുന്നില്ല എന്ന് തോന്നും. അത് ചിലപ്പോൾ കണ്ണേർ മുഖാന്തരമൊക്കെ അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്ത് മറ്റു വേറെ എന്തെങ്കിലും ദോഷങ്ങളോ നമ്മുടെ ജാതകത്തിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു ചേരും. നമ്മുടെ വാസ്തു സംബന്ധമായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും കണ്ണേറോ അതല്ലെങ്കിൽ മറ്റു ആളുകളുടെ നാവദോഷമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പൊടിക്കൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് പണം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണം അന്നന്ന് കൊണ്ടുവന്ന് അന്നന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തികയത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പ് വേണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ചെലവിനാണെങ്കിലും വിദ്യാഭ്യാസ ചെലവിനാണെങ്കിലും മറ്റ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ചെലവിനൊക്കെ ആണെങ്കിലും നമുക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾക്ക് കടം മേടിക്കേണ്ടി വരും. അപ്പം അങ്ങനെ കടം മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് അത് ആ പണം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കടം കൊടുക്കാനും കൂടി അങ്ങ് പോകും. അപ്പം നമുക്ക് വീട്ടിലുള്ള പണം വരുന്നത് കുറയുകയും ഈ കടം കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ബാധ്യതകൾ കൂടി വരും. അപ്പം നമുക്കിങ്ങനെ നീക്കിയിരിപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഒരു കടബാധ്യതയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണം, അമ്മയുടെ ചൈതന്യം വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നാമജപം നടത്തുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു അനുഗ്രഹം ആ ഒരു കുടുംബത്ത് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ പിടികൂടിയിട്ടുണ്ടാവും. അതിനെ നമ്മൾ പുറം തള്ളാൻ പറ്റാതെ വരുമ്പോൾ അതിനെ നമ്മൾക്ക് കടത്തി പുറത്തേക്ക് വിടാൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വന്നു ചേരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കല്ലുപ്പ് എടുക്കാം. കുറച്ച് കല്ലുപ്പ് എടുത്ത് സ്ഫടികപാത്രം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി വലിയ സ്ഫടികപാത്രമൊന്നുമില്ല, വളരെ ചെറിയ ഒരു കുഞ്ഞു ബൗളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയാകും. അങ്ങനെയുള്ളൊരു സ്ഫടികപാത്രത്തിൽ കല്ലുപ്പ് എടുക്കുക. അപ്പോൾ ഈ ഒരു കല്ലുപ്പ് നമ്മൾ എല്ലാ ദിവസവും മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ചു വെക്കുക. നല്ല വെള്ള കളറിലുള്ള കല്ലുപ്പ് വേണം വാങ്ങിക്കാനായിട്ട്. അതായത് ഈ മാർക്കറ്റിലൊക്കെ കുറഞ്ഞ കല്ലുപ്പും കുറച്ച് ക്വാളിറ്റിയുള്ള കല്ലുപ്പും കിട്ടും. അപ്പോൾ വലിയ വില വ്യത്യാസമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വില വ്യത്യാസമൊക്കെ അതിനുള്ളൂ. അപ്പോൾ ആ ഒരു വെള്ള കല്ലുള്ള ആ ഒരു കല്ലുപ്പ് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ഫടികപാത്രത്തിലേക്ക് ഒരു 3 ഗ്രാമ്പും കൂടെ ആ ഉപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ നമുക്ക് ഈ ഒരു ഉപ്പും അതേപോലെ ഈ ഗ്രാമ്പും ഇട്ടതും കൂടെ ഇട്ട് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടായിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജീനെയൊക്കെ നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും.
ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്ത് പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ആ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു മണം നമ്മുടെ കുടുംബത്ത് ഗുണം ചെയ്യും. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ പുറന്തള്ളാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സമ്പത്തിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൗളിൽ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂലയിൽ വെക്കുക. അപ്പോൾ ആ ഉപ്പ് നമ്മൾ ദിവസവും മാറ്റണം. ആ ഗ്രാമ്പു നമ്മൾ എല്ലാ ദിവസവും മാറ്റണം എന്നില്ല. ആ ഗ്രാമ്പു നമ്മൾ എടുത്തിട്ട് ഉപ്പ് നമ്മൾ എല്ലാ ദിവസവും മാറ്റിക്കളയുക. അതിനുശേഷം രാവിലെ വീണ്ടും നമ്മൾ ആ ഒരു സ്ഫടിക പാത്രത്തിൽ വീണ്ടും ഉപ്പ് വെച്ചിട്ട് ഈ ഗ്രാമ്പു അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ നമ്മളങ്ങനെ കുറേ ദിവസം അടുപ്പിച്ചത് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് അങ്ങനെ ചെയ്യുക. ഒരു 10 ദിവസമൊക്കെ നിങ്ങളൊന്ന് അടുപ്പിച്ച് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതേപോലെ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ എപ്പോഴും കാലിന് വേദന, കൈക്ക് വേദന, മുട്ടിന് വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് മാറ്റാനായിട്ട് അല്ല ആ ഒരു തളർച്ച മാറ്റാനായിട്ട് നമ്മൾ മരുന്ന് കഴിക്കണം. ആ കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ കിടക്കുന്ന ആ കട്ടിലിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ സ്ഫടിക പാത്രത്തിൽ ഉപ്പും ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതിനടിയിൽ വെച്ചേക്കുക. കട്ടിലിനടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കട്ടിലിൻ്റെ തലയ്ക്കിൽ ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ ജനലിൻ്റെ സൈഡിലോ ഒക്കെ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. ആ ഉപ്പ് നമ്മൾ എല്ലാ ദിവസവും മാറ്റിക്കളയണം. അങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് ആരോഗ്യമായിട്ട് എന്തെങ്കിലും കണ്ണേറോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചീത്ത എനർജിയോ ഒക്കെ നമ്മുടെ ചുറ്റും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നെഗറ്റീവ് എനർജി സ്വാഭാവികമായിട്ടും വന്ന് അവിടെ നിറയും. അപ്പോൾ അങ്ങനെ ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ഉപ്പും ഗ്രാമ്പുവും ചേർത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായമായ ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രോഗമുള്ള ആളുകളുടെയൊക്കെ അടുത്തും ഈ ഒരു ഉപ്പ് വെക്കുമ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിരന്തരം ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും സാമ്പത്തികവും വന്നു ചേരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അധികം ചിലവുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വലിയ പാത്രത്തിലേക്ക് ഉപ്പ് വെച്ച് എന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് അധികം ഉപ്പ് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഒരു ബൗള് നിങ്ങളതിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുക. വളരെ ചെറിയത് മതി. അപ്പോൾ ആ ഒരു ചെറിയ ബൗളിനകത്ത് നമുക്ക് ഈ ഒരു ഉപ്പും അതേപോലെ ഗ്രാമ്പുവും നിറച്ച് വെക്കുക. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ആ അരികിൽ ഒരു ഇത്തിരിയെ വെക്കുക, അങ്ങനെയല്ല. നമ്മൾ അത് ഉപ്പുകല്ല് അതിനകത്ത് നിറച്ച് തന്നെ ഇടുക. അതിന് മേളിൽ നമ്മൾ ഈ ഒരു 3 ഗ്രാമ്പുവും കൂടെ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ആവശ്യമുള്ള ആളുകൾ എല്ലാം നിങ്ങളിത് ചെയ്യുക. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെയുള്ള ചെറിയ വിദ്യകളൊക്കെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്തെ ശ്രേഷ്ഠതയെ ഉണ്ടാവുള്ളൂ. നമ്മൾ മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികളും നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അവിടെ കണ്ണീറും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിലും ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു കാര്യം ചെയ്തോളുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.